നമസ്കാരം. രാഹുലിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. പ്രിയമുള്ള പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടം ഇന്നലെ സഭയിലെത്തി. രാഹുൽ സഭയിലെത്തിയതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഞങ്ങൾ അടങ്ങും എന്നാണ് കേക്കച്ചനും സംഘവും കരുതുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, നമ്മൾ വലിയൊരു ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത്, മിഷൻ 60. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിൻ്റെ എടുത്ത പദവികൾ തിരികെ നൽകി അദ്ദേഹത്തെ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ പദവികൾ തിരികെ നൽകി അദ്ദേഹത്തെ തിരികെ എടുക്കുന്നത് വരെയാണ് i2 ന്യൂസ് മിഷൻ 60 ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരം ആരംഭിച്ചത്. 20 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ നമുക്ക് ആദ്യ വിജയം നമുക്ക് ലഭിച്ചു. 20-ാം ദിനം രാഹുലിനെ നിയമസഭയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് വാശി പിടിച്ചവന്മാർ നാണം കെട്ട് തലതാഴ്ത്തി. രാഹുൽ മാങ്കൂട്ടം 20-ാം ദിനം നിയമസഭയിലെത്തി. അതോടെ അതുവരെ പണിയെടുത്ത കഴിഞ്ഞ 25 ദിവസമായി രാഹുലിനെ നശിപ്പിക്കുവാൻ നോക്കിയിരുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ സ്ട്രാറ്റജിസ്റ്റുകളുടെ ഒത്താശയോടെ വി.ഡി. സതീശനെ മുന്നിൽ നിർത്തി ആരംഭിച്ച ജട്ടി വിപ്ലവം മരമുറി ചാനലിലെ മുട്ട എക്സ്ക്ലൂസീവ് എന്ന് അവകാശപ്പെട്ട് പുറത്തുവിട്ട ആ അപവാദത്തിന്റെ ബേസിൽ 25 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരൊറ്റ പരാതിക്കാരോ വിക്ടിമോ പുറത്തു വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും പിന്തുണ ഉറപ്പായി. ഇനി ഈ വിഷയത്തിൽ പിടിച്ചാൽ നാണം കെടും എന്ന് മനസ്സിലാക്കി ഞായറാഴ്ച തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇടതുപക്ഷം ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ മിണ്ടാതിരിക്കുക, ബി.ജെ.പിയും മിണ്ടാതിരിക്കുക, സതീശൻ പ്രതിരോധത്തിലാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സതീശന്റെ മാത്രം ആവശ്യകതയാണ് ഈ പ്രശ്നം. എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ പുറത്താക്കിയത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇന്നലെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിജയം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിയമസഭയിൽ കയറ്റില്ല എന്ന് വാശി പിടിച്ചവന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നലെ നിയമസഭയിലെത്തി. അദ്ദേഹം നിയമസഭയിൽ ഇരുന്നു. ഒരുത്തരും തടഞ്ഞില്ല. ഇറങ്ങിപ്പോകാൻ നേരം കേക്കച്ചൻ കാല് പിടിച്ചത് കൊണ്ടാവാം, ഞങ്ങൾ ഇവിടൊക്കെ ഉണ്ടെന്നൊന്ന് അറിയിക്കാൻ വന്നതാണേ എന്നും പറഞ്ഞ് SFI-ക്കാർ വന്ന് വണ്ടി തടഞ്ഞു. അദ്ദേഹം സുഖമായി തിരിച്ചുപോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, യാതൊരു കാരണവശാലും ഇനി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ വന്ന് ഒറ്റപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം നിയമസഭയിൽ വന്നു, അത് മതി. ഇനിയും അദ്ദേഹം ചെയ്യേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ, അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച പാലക്കാട്ടെ ആ ജനങ്ങളുടെ അടുത്തേക്ക് പോകുക, അവരുടെ ആശങ്ക അകറ്റുക. നിങ്ങളുടെ നേതാവിത ഇവിടെയുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇതാ നിങ്ങളുടെ മണ്ഡലത്തിൽ ഞാനുണ്ട്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എന്നെ ഒതുക്കാൻ ശ്രമിച്ചുവെങ്കിലും എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് പാലക്കാട്ടെ മണ്ണിലേക്ക് എത്രയും പെട്ടെന്ന് കാലുകുത്തണം. നിയമസഭയിൽ ഇനി നമ്മുടെ കേക്കച്ചൻ കടന്ന് കളിക്കട്ടെ എന്ന് ഞങ്ങൾ ഇന്നലെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലി അതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാവാം രാഹുൽ മാങ്കൂട്ടം ഇന്ന് സഭയിൽ എത്തിയില്ല. ഇതാണ് രാഹുലിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. കേക്കച്ചനും ഇടതുപക്ഷവും ഓർത്തത്, രാഹുൽ ഇന്നെത്തിയാൽ ഈ നാമത്തിൽ എന്തെങ്കിലുമൊക്കെ ബഹളം കാട്ടിക്കൂട്ടി രാഹുൽ വന്നുകൊണ്ടാണ് നിയമസഭയിൽ ഒന്നും സംഭവിക്കാത്തത് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്നാണ് സത്യം പറഞ്ഞാൽ കേക്കച്ചൻ കരുതുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇയാൾ നാണം കെട്ടുപോയി, വരണ്ടുപോയി. രാഹുൽ ഇല്ലാതായി ഇന്ന് നിയമസഭയിൽ എത്താഞ്ഞതോടുകൂടി കേക്കച്ചന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നം നിയമസഭയിൽ ഇയാൾ എന്ത് ചെയ്തു എന്നാണ്. കുന്നംകുളം ലോകമർദ്ദനത്തെ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തുടനീളം നടക്കുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് എന്നിവന്മാർ ഒരു പ്രഹസനമൊക്കെ നടത്തിയെങ്കിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. ഏതോ യുവ നേതാക്കന്മാരെ പിടിച്ച് വെളിയിലിരുത്തി ഞങ്ങൾ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ സമരം തുടരുമെന്നൊക്കെ പ്രഖ്യാപിച്ചാലും ഇതൊന്നും ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സതീശന്റെ സകല എഫേർട്ടും എടുത്ത് അദ്ദേഹം ഇന്ന് സഭയിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ നോക്കിയെങ്കിലും കാര്യമായ ഇമ്പാക്ട് ഈ വിഷയത്തിൽ ഉണ്ടായില്ല. അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു തള്ളുകയായിരുന്നു. ഇത്
സ്റ്റാലിന്റെ റഷ്യയാണോ എന്നൊക്കെ കേക്കച്ചൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടിയുണ്ടത് സ്റ്റാലിന്റെ റഷ്യയിൽ വെച്ചല്ല, ഇവിടെ വെച്ച് കോൺഗ്രസുകാരുടെ പോലീസുകാരുടെ അടിയാണ് എനിക്ക് കേട്ടത് എന്ന് അദ്ദേഹം സരസമായി പറഞ്ഞ് അതിനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു. പിണറായി വിജയൻ വിരളുമെന്നാണ്. ലോകമർദ്ദന വിഷയം എടുത്തു കഴിയുമ്പോൾ ഭരണപക്ഷം ചൂളുമെന്ന് കരുതിയെങ്കിൽ പോലും അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ, അതിലും എത്രയോ ഇമ്പാക്റ്റ് ഉണ്ടാക്കി പുറത്ത് ഷാഫി പറമ്പിലിന്റെ ആ പ്രസംഗം തന്നെ ഇന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസംഗമായിരുന്നു. എന്ത് ഇമ്പാക്റ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുന്ന കാഴ്ചക്കാരിൽ ആവേശമുണർത്തുന്ന രീതിയിൽ അദ്ദേഹം അതിനെ മാറ്റർ ഓഫ് ഫാക്റ്റായി അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ സഭയിൽ കീറിപ്പറഞ്ഞു പോയി. കേക്കച്ചൻ സഭയിൽ കീറിപ്പറഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണുന്നത്. ഇപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്, രാഹുൽ ഏതായാലും സഭയിൽ വരുന്നില്ല, എന്നാൽ നീ ഒന്ന് ഉണ്ടാക്കി കാണിക്ക്. നിയമസഭയിൽ എന്തുണ്ടാക്കാൻ സാധിച്ചു കേക്കച്ചന്? ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല, ഒന്നും ഉണ്ടാക്കുവാൻ സാധിച്ചില്ല ഒരു തരത്തിലും. അത് അവസാനം ഇവന്മാർ നാണം കെട്ട് ഇവന്മാർ സഭയിലേക്ക് വെളിയിലിറങ്ങിവെന്ന് എന്തൊക്കെയോ പ്രകസനം കാണിക്കുവാൻ ശ്രമിച്ചു. ഇദ്ദേഹത്തിന്റെ കാശ് വെട്ടുന്ന ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് കൊടുത്തു എങ്കിലും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ആശ്രിത വത്സലനായ പിണറായി ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ജട്ടി വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇവന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, എന്തെങ്കിലും ഒക്കെ ഇവനൊരു ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ മനസ്സലിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും ഈ സസ്പെൻഷനിലേക്കായാലും എന്തെങ്കിലും ഒരു നടപടി ആ പോലീസുകാരുടെ എടുത്തു കഴിഞ്ഞാൽ അത് ഓർക്കുക, അത് കേക്കച്ചന്റെ ജീവൻ നഷ്ടപ്പെടാതെ ജട്ടി വിപ്ലവം ഈ തെരഞ്ഞെടുപ്പ് വരെ നയിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലൊരു മലരൻ ആവശ്യമാണ്. ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കൊടുക്കുന്ന ഒരു ഓക്സിജൻ ആവാം അത്. കോൺഗ്രസുകാർക്ക് പോലും ഒരു കാര്യം ഇപ്പോഴും ഈ നേതാക്കന്മാർ ഈ വിഷയം ചർച്ച ചെയ്യാത്തത് വളരെയേറെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ കേക്കച്ചനും ഈ ചെന്നിത്തലയും ഇപ്പോഴും വാശി പിടിച്ചു നിൽക്കുകയാണ് ഈ പ്രശ്നം പരിഹരിച്ച്. എന്നാൽ ഈ പ്രശ്നം ഇന്നലെ വേണമെങ്കിൽ ഈ വിഷയം ഇവർക്ക് പരിഹരിക്കാമായിരുന്നു. പക്ഷേ വീണ്ടും വാശിയുടെ പുറത്ത് കേക്കച്ചൻ അതുപോലെ ചെന്നിത്തലയും ഉറച്ചു നിൽക്കുന്നതിന്റെ അർത്ഥം പിണറായിയുടെ കയ്യിൽ നിന്നും മേടിച്ച ആ കോടികൾ അത് തിരികെ കൊടുക്കേണ്ടി വരും. ഒരേ ഒരു വാക്കിന്മേലാണ് ആ പണം കൈപ്പറ്റിയത്. എന്തായിരുന്നു ആ വാക്ക്? ഇവർ കൊടുത്ത ഉറപ്പെന്തായിരുന്നു? വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഈ 8 മാസക്കാലം ഈ ഒരു വിഷയം ആളിക്കത്തിച്ച് നിർത്തുക. ഈ വിഷയം ആളിക്കത്തിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ജനങ്ങൾ വെറുക്കുകയുള്ളൂ. അപ്രകാരം വെറുത്തെങ്കിൽ മാത്രമേ ആ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴുകയുള്ളൂ. ഇതാണ് ഉറപ്പ്. പക്ഷേ ഏതൊക്കെ കോൺഗ്രസ്സുകാരന്മാർ തോറ്റാലും 2 പേരെ ജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ് പിണറായി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതാരൊക്കെയാണ്? പറവൂരിൽ നിന്നും നമ്മുടെ കേക്കച്ചൻ, ചെന്നിത്തലയിൽ നിന്നും നമ്മുടെ ചെന്നിത്തല. കോൺഗ്രസ്സുകാർ ആര് വോട്ടില്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കും എന്നാണ് ഉറപ്പ്. നമുക്കറിയാം, ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 തവണയും ഈ കേക്കച്ചൻ വിജയിച്ചു വന്നത് ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വോട്ട് വാങ്ങിയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ ഇത്രയും വെറുപ്പിച്ചാലും, കോൺഗ്രസ്സുകാരെല്ലാം ഇയാളെ വെറുത്താലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഇയാൾ ധൈര്യപൂർവ്വം നിൽക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും വോട്ട് എനിക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ, കഴിഞ്ഞ 25 പ്രാവശ്യത്തെ പോലെ എനിക്ക് വന്നു ചേരും. അതുകൊണ്ട് ഞാൻ വിജയിക്കും. പക്ഷേ ഇവിടെ കോൺഗ്രസ് തോറ്റെങ്കിൽ മാത്രമേ അടുത്ത വർഷവും പ്രതിപക്ഷ സ്ഥാനത്ത് ഇയാൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിണറായി വിജയന് 3-ാം ഊഴം കിട്ടത്തുള്ളൂ. പിണറായി വിജയന് 3-ാം ഊഴം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ 1500 കോടി രൂപയുടെ ഡീല് യാഥാർത്ഥ്യമാവൂ. ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ കൊള്ളക്കാരൻ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയായ ഒരു പ്രസ്ഥാനത്തെ തകർക്കുവാൻ നോക്കുന്നതാണ്. എത്ര സമർത്ഥമായിട്ടാണ്, എത്ര ആസൂത്രിതമായിട്ടാണ് ഒരു പ്രസ്ഥാനത്തെ ഇവൻ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കാണുക. ഓർത്തു നോക്കുക. ഈ ഒരു വിഷയം വലിച്ചു നീട്ടി ഈ സഭ കഴിയുന്നിടം വരെ രാഹുൽ സഭയിൽ പ്രവേശിക്കാതിരിക്കാനും വേണ്ടി നോക്കുന്നു. ഞങ്ങൾ പറയുന്നത് സഭയിൽ ഇനി രാഹുൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ല. പാലക്കാട്ട് നിങ്ങൾ നിറഞ്ഞു നിൽക്കുക. അപ്പോഴും ഇവന്മാർ വിടാൻ പാപമില്ല. അണിയറയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അടുത്ത ഇതുപോലുള്ള ഒരു പെണ്ണ് വിഷയം, ഒരു പരാതിക്കാരോ തെളിവുകളോ ഒന്നുമില്ലാത്ത ഇതുപോലൊരു ആരോപണം, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കള്ളന്മാരുടെ, ഇവന്മാരുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളുടെ കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ ഇവന്മാർ പടച്ചുവിടും.
ഏതെങ്കിലും ഒരു തെരുവ് വേശ്യമാർ ഇറക്കും ആരോപണവുമായി, അത് വിവാദമാക്കും. അത് വിവാദമായി ആളുകൾ അത് ചർച്ച ചെയ്യുമ്പോൾ അവസാനം ഇവള് വന്ന് ഇളിച്ചുകൊണ്ട് പറയും എനിക്ക് പരാതിയൊന്നുമില്ല, ഇതുപോലെ ഒത്തിരി എണ്ണം ഉണ്ട്. ഈ നാടകം ആവർത്തിച്ചും ഈ നാടകം നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ഇയാൾ പറയുന്നത് രാഹുലിനെതിരെ എൻ്റെ കയ്യിൽ കുറെ പരാതിയുണ്ട്, എൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട്, ഇനിയും കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭീകരമായ സാധനങ്ങൾ വരാൻ കിടക്കുന്നു, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും ഇയാളെ പാർട്ടിയിൽ നിന്നും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി പ്രതിസന്ധിയിലാകും, പ്രതിരോധത്തിലാകും, തോറ്റുപോകുമെന്നാണ് പറയുന്നത്. ഒന്നോർത്തു നോക്കുക, ശത്രുക്കൾ പോലും ചെയ്യാത്ത പണി. എന്തുകൊണ്ട് ഇവർ ഇത്രയും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ആ ചെറുപ്പക്കാരനെ തീർക്കുവാൻ നോക്കുന്നു? ഈ മനസാക്ഷിയില്ലാത്തവന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിക്ക് മൂന്നാം ഊഴം ഒരുക്കി കൊടുക്കുവാൻ, അതിൻ്റെ അടങ്കലേറ്റെടുത്തിരിക്കുന്ന ആ 1500 കോടി രൂപയ്ക്ക് വേണ്ടി ദുബൈയിൽ പോയി കമ്മീഷൻ മേടിച്ച ആ പദ്ധതിക്ക് വേണ്ടി അത് സാക്ഷാത്കരിക്കുക, എന്ത് വില കൊടുത്തും ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം ഹോമിച്ചിട്ടാണെങ്കിലും അത് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കണ്ടോ ഏതൊക്കെ മാധ്യമങ്ങളാണ് ഇവനെ വെള്ളപൂശുവാനും സ്ട്രെങ്തൻ ചെയ്യുവാനും ഇറക്കിയിരിക്കുന്നത്? ഇടതുപക്ഷങ്ങളുടെ ചാനലുകൾ, അവരുടെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ബിനാമി ചാനലുകൾ, മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന ആ ചാനലുകളെ പോലും ഇവർ പെയ്ഡ് ചാനലുകളാക്കി ഇവർക്ക് വേണ്ടി, ഇവരുടെ വായ്ത്താരി പാടുവാൻ വേണ്ടി ഇദ്ദേഹത്തിന് അനുകൂലമായി ഇദ്ദേഹത്തിൻ്റെ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ, നമുക്കിനിയും വിശ്രമമില്ല. രാഹുലിനെ തിരികെ എടുക്കുവാൻ 20 ദിവസം നമ്മൾ എങ്ങനെ പ്രയത്നിച്ചോ, നിങ്ങൾ എങ്ങനെ ശക്തമായി പ്രതികരിച്ചു, അതുപോലെ തുടരുക. ഇനിയും 40, ഇന്ന് മിഷൻ 60യുടെ 21ാം ദിനമാണ്. ഇനിയും 39 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ 39 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ച് രാഹുലിനെ തിരികെ എടുക്കുന്നില്ല എങ്കിൽ, അദ്ദേഹത്തെ വീണ്ടും ഒതുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ഈ കോൺഗ്രസ് പാർട്ടി, നമുക്ക് മനസ്സിലാക്കണം, ഈ നേതാക്കന്മാർ ഒരുപക്ഷെ ഈ ജട്ടി വിപ്ലവത്തിന് അഡ്വാൻസ് മേടിച്ച ഈ മുൻനിരയിൽ നിൽക്കുന്ന 3 നേതാക്കന്മാർ ബാക്കിയുള്ളവർക്കും പണം കൊടുത്ത് അവരെയും സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അവർ എന്നേ ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. അവർ ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചാൽ, അദ്ദേഹത്തിന് ഇവരുടെ അഡ്രസ്സോ ലേബലോ ഇല്ലാതെ ഈ VD സതീശന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായി തന്നെ വിജയിച്ച് അദ്ദേഹത്തെ ജയിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതുപോലെ യുവ നേതാക്കന്മാരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ കടൽക്കിഴവന്മാരെ കെട്ടുകെട്ടിക്കാം എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവന്മാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് കേക്കച്ചൻ പറഞ്ഞതുകൊണ്ട്, കേക്കച്ചൻ കുർബാനം കൊടുത്തത് കൊണ്ടാണ് രാഹുൽ പേടിച്ച് സഭയിൽ എത്താത്തത് എന്നാണ്. വെറുതെയാണ്. രാഹുൽ കേക്കച്ചന്റെ വിരട്ടൽ കൊണ്ടോ കേക്കച്ചൻ ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ല ഇന്ന് നിയമസഭയിൽ വരാഞ്ഞത്. അദ്ദേഹം വന്നു, അദ്ദേഹം ഒളിവിലല്ല, അദ്ദേഹം എങ്ങും പോയിട്ടില്ല, അദ്ദേഹം പാത്ത് വീട്ടിൽ കിടക്കുകയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനായി വന്നു. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പോകും. നിയമസഭയിൽ ഈ കേക്കച്ചൻ എന്നാ ഉണ്ടാക്കും എന്ന് അവൻ പറഞ്ഞല്ലോ. വരാതിരിക്കുവാണെങ്കിൽ നിയമസഭയിൽ ഞാൻ അങ്ങ് ഇന്ന് മറിക്കുമെന്ന് പറഞ്ഞു. അന്ന് മറിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. ഈ കേക്കച്ചൻ നിയമസഭയിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ 9.5 കൊല്ലം ഇരുന്നിട്ടും പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ടും എന്തുണ്ടാക്കി? അതിൽ പരം ഒന്നും. പിണറായി വിജയൻ എന്താണോ തീരുമാനിച്ചത്, ഭരണപക്ഷം എന്താണോ തീരുമാനിക്കുന്നത്, അതിനനുസരിച്ച് പോകും. ജനങ്ങളിപ്പോൾ ചോദിക്കുന്നത്, ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പ്രഹസനം നടത്തി, കസ്റ്റഡി മരണവും ലോക്കപ്പ് മർദ്ദനത്തിനുമെതിരെ പറഞ്ഞപ്പോൾ ആളുകൾ കൂവി വിളിച്ചു, എടാ നാണം കെട്ടവനെ, ഒരു കോൺഗ്രസ് യുവ നേതാവിനെ ഇടിച്ച് പഞ്ചറാക്കുന്ന ലോക്കപ്പ് ദൃശ്യങ്ങൾ വന്നപ്പോൾ പിണറായി വിജയന്റെ ഇടതുവശത്തിരുന്ന് സദ്യ നക്കിയ നിനക്ക് നാണമില്ലടാ പറയാൻ എന്ന് ജനങ്ങൾ ആർപ്പ് വിളിച്ചു ചോദിക്കുകയാണ്. നീ ആ ചെറുപ്പക്കാരനെ ഇടിച്ചു കലക്കിയപ്പോൾ ആ 150 രൂപയുടെ സദ്യ ഞണ്ണണ്ടായി എന്നൊരു വിചാരിക്കുമായിരുന്നുവെങ്കിൽ അതിൽ പരം ഒരു മറുപടി ഈ നിയമസഭയിൽ വന്ന് ഈ നാടകം കളിക്കുന്നതിനേക്കാളും ഇമ്പാക്ട്ഫുൾ അല്ലായിരുന്നു എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്രകാരം കേക്ക് നക്കി ഇലയും നക്കി ഇരുന്നിട്ട് അവസാനം നിയമസഭയിൽ വന്ന് നാടകം കളിക്കുന്നു ജനങ്ങളുടെ മുന്നിൽ. സഭാ TV-യിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ നിയമസഭയുടെ മുന്നിൽ വന്ന് നിന്ന് ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ജനങ്ങളെല്ലാം നീ മലമറിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി. കേക്കച്ച കഴിഞ്ഞ 9.5 കൊല്ലം പ്രതിപക്ഷത്തെ വെറും ഷണ്ഡീകരിച്ച
ഗുണവും മണവുമില്ലാത്ത പ്രതിപക്ഷമായ പിണറായി സർക്കാരിന് തീവെട്ടിക്കൊള്ള നടത്തുവാൻ സകല അവസരവും ഒരുക്കിയ നിന്റെ ആ നാടകങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വിരളിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ നിയമസഭയിൽ കേക്കച്ച നീ എന്ത് ചെയ്യാനാ? നിനക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ഇങ്ങനെ പറഞ്ഞും രക്ഷപ്പെടാൻ പറ്റത്തില്ല. രാഹുൽ നിയമസഭയിൽ എത്തിക്കൊണ്ടാണ് നിനക്ക് മലമറിക്കാൻ പറ്റാഞ്ഞത് എന്ന് പറയാൻ പറ്റത്തില്ല. രാഹുൽ നിയമസഭയിൽ വരുന്നില്ല, നീ ഒന്ന് നിയമസഭയിൽ ആ മലയൊന്ന് മറിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ. ഇത് രാഹുലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് പേടിച്ചുള്ള പിന്മാറ്റമല്ല, ഒളിച്ചോട്ടമല്ല. സിംഹത്തെ പോലെ ശക്തനായി ഉടൻ തന്നെ പാലക്കാട് മണ്ണിലേക്ക് വരും. ജനങ്ങളെ, നിങ്ങൾ ഇതുവരെ കൊടുത്ത ആ പിന്തുണയും ആ ഐക്യദാർഢ്യവും ആ പ്രോത്സാഹനവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണം. എല്ലാവരും, ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മവങ്ങന്മാരുടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഉണ്ടാവണം. ഉടൻ തന്നെ അദ്ദേഹം പാലക്കാടിന്റെ ആ മണ്ണിൽ കാലുകുത്തും. എല്ലാവരും അദ്ദേഹത്തിന് ഒരു സംരക്ഷണ കവചം ഒരുക്കും. എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.